4번 출구 앞에서 우연히 마주친 그녀의 모습이 너무나 눈부셔. ഹലോ, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്ക് യാതൊരു വിധ ഉറപ്പുമില്ല. ആരെങ്കിലുമൊക്കെ കണ്ടോളും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്തങ്ങ് ഇട്ടു. പിന്നെ വിശ്വാസം അതല്ലേ എല്ലാം. നമ്മളിതിൽ 7 ജേർണൽ സ്പ്രെഡ്സ് ഉണ്ടാക്കുന്നതാട്ടോ കാണിക്കുന്നത്. എങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വലിയ സംഭവമാക്കിയിട്ടൊന്നും ഇല്ല. കുഞ്ഞു കുഞ്ഞു ജേർണൽ എങ്ങനെയാ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്ന സ്പ്രെഡ് ജൂലൈ മന്തിന്റെ ആണ്. ആദ്യം ജൂൺ മന്താണ് എഴുതാൻ നിന്നത്. പിന്നെയാണ് ഓർമ്മ വന്നത് ജൂൺ അല്ലല്ലോ ജൂലൈ ഒക്കെ ആയല്ലോ എന്ന്. അങ്ങനെ ജൂൺ മാറ്റി ജൂലൈ എഴുതിയപ്പോ ദാണ്ട്ര വയ്യ കൊളായി. അങ്ങനെ വീണ്ടും അത് മാറ്റി വീണ്ടും എഴുതിയതാണ് ഈ കാണുന്നത്. 2 ദിവസമായി ഈ വീഡിയോന്റെ പുറകെ ഞാൻ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അതിന് മാത്രം ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന്. പക്ഷെ എനിക്ക് ഈ ജേർണൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ടഫായി തോന്നിയത് ഇത് എഡിറ്റ് ചെയ്തെടുക്കാനാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സമയം എടുത്തു ഇതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ കുറെ തെറ്റുകളും കുറവുകളും ഒക്കെ കാണും. എല്ലാം ക്ഷമിക്കുക. പിന്നെ എനിക്ക് പറഞ്ഞു തരിക എന്തെങ്കിലും മാറ്റണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ ഉള്ള ഒരു സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുതേ. അതിന് ആരെങ്കിലും കാണുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. എന്തായാലും കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുതേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജേർണൽ ഇവിടെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റുമോ അത്രയും സിമ്പിൾ ആക്കിയിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ജേർണൽ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കോസി കോർണർ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടം. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കും, ആരോടെങ്കിലും സംസാരിച്ചിരിക്കുന്നതായിരിക്കും, അവരുടെ റൂമായിരിക്കും. അങ്ങനെ ഒരു ഫേവറേറ്റ് കോർണർ ഉണ്ടാവില്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ജേർണലാണ്. എനിക്കെപ്പോഴും എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അതെൻ്റെ റൂമാണ്. ഞാൻ അതിൻ്റെ അകത്ത് 24 മണിക്കൂർ എന്നോട് ഇരിക്കാൻ പറഞ്ഞാലും ഞാൻ അത്രയും നേരം ഇരിക്കും. കാരണം എനിക്ക് ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ റൂമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജേർണൽ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല രസം തോന്നിയേ. എനിക്ക് ഇനിയും ഒരുപാട് ജേർണൽ സ്പ്രെഡ്സ് ചെയ്യണം എന്ന് തോന്നി. പക്ഷേ ഇപ്പോഴേ നല്ല ടൈം കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരു 7 എണ്ണത്തിൽ നിർത്തി. ഇനി അടുത്ത ജേർണൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചിട്ടൊരു ജേർണലാട്ടോ. നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളവരാണല്ലേ. പക്ഷെ ചിലപ്പോൾ നമ്മൾ പറയും ഒരു ഭാഗ്യമില്ലല്ലേ എനിക്ക്, എന്തൊരു കഷ്ട. ഇങ്ങനെ നമ്മൾ പറയുമെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതുപോലെ നമ്മൾ ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും നമ്മളെ ഹാപ്പി ആക്കുന്നവരോടും. നമ്മളൊക്കെ എന്താ പറയാ, നമ്മളെ സന്തോഷമായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന എല്ലാത്തിനോടും നമ്മൾ എന്താണ് ഒരു താങ്ക്ഫുൾ ആയിട്ടിരിക്കും. അങ്ങനത്തെ ഒരു ജേർണലാണ് ഈ ചെയ്യുന്നത്. നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നും, സ്വാഭാവികം. ഇനി ഞാൻ കുറച്ചു നേരം മിണ്ടാതിരിക്കാം. നിങ്ങളിത് കണ്ടോ? ഇനി അടുത്ത ജേർണൽ സ്പ്രെഡ് എന്താണെന്നറിയോ? നമ്മൾ ഡ്രീംസ് ആൻഡ് ഗോൾസിനെ കുറിച്ചിട്ടുള്ളൊരു ജേർണലാണ്. പിന്നെ നമുക്ക് ഈ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടൂ അങ്ങനെ ചെയ്യാൻ പാടൂ എന്നൊന്നും ഇല്ല. നമ്മളെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ബുക്ക്, നമ്മുടെ പെന്ന്, നമ്മുടെ സപ്ലൈസ് എല്ലാം അപ്പം നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളതും എന്ത് ചെയ്യണം എന്നുള്ളതും. നമ്മുടെ ഈ ജേർണൽ ഇതാ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതേ ഗൈസ്, നമ്മൾ ഗീവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് തന്നെ പോകും. ഇനി നെക്സ്റ്റ് എന്താ? ലിറ്റിൽ റിമൈൻഡർ. എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമുക്കൊരു ഫേവറേറ്റ് കോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു കോട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡൗൺ ആണെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫേവറേറ്റ് കോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു ജേർണൽ. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. 출구 앞에서 got a crush on you. 예쁜 그녀 옆에서 무슨 말을 해야 좋을지, 어떻게 전해야 하는지 혹시
അതെ, ഡിയർ ഫ്യൂച്ചർ മീ. നമ്മൾ ഫ്യൂച്ചർ മീയിലേക്ക്, അതായത് നമ്മളൊരു സെൽഫായിട്ടൊരു ലെറ്റർ എഴുതാം. കാരണം നമ്മൾ എന്തെങ്കിലും, അതായത് ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു താങ്ക് യു പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് കുറച്ചൊരു ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളത് അച്ചീവ് ചെയ്തു എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മുടെ ഫ്യൂച്ചർ മീക്കൊരു ലെറ്റർ എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് എന്തോ എഴുതാട്ടോ, അതായത് പോസിറ്റീവായിട്ട് തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, എന്തെഴുതാനാണോ തോന്നുന്നത് അത് എഴുതി വെക്കുക, അത്രയേ ഉള്ളൂ. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നല്ലോ. ആ ഒരു തോന്നൽ കിട്ടാനാണല്ലോ നമ്മൾ ഈ ജേർണൽ ചെയ്യുന്നേ. ഈ ഒരു എൻവലപ്പ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഞാൻ വിചാരിച്ച ഒരു സ്റ്റൈലിലേക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വേണമെന്നൊന്നും ഇല്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സംഭവമാണ്. ആ വീഡിയോൻ്റെ കളർ മാറിയല്ലോ, നല്ല തെളിച്ചം വന്നല്ലോ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നിക്കാണും. വേറൊന്നുമല്ല, നമ്മളിത് 2 ദിവസം വെച്ചിട്ടാണ് എടുത്തതെന്നും എഡിറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദിവസം നല്ല മഴയായിട്ട് ഭയങ്കര ഇരുട്ടായിരുന്നു, ഒരു ദിവസം നല്ല വെളിച്ചമായിരുന്നു. അതാണ് ഈ കളർ ചേഞ്ച്. മുഴുവൻ വീഡിയോയും ഈ ഒരു കളറിൽ എടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാൻ, കാലാവസ്ഥ എന്നെ ചതിച്ചു കളഞ്ഞു. ഇതാണ് മക്കളെ കവായി ജേണൽ. എനിക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ജേണൽ സ്പ്രെഡായിട്ട് തോന്നിയത് ഇതിനെയാണ്. പിന്നെയാണെങ്കിൽ ഇതിൽ ആ ലൈറ്റും കൂടെ വന്നപ്പോൾ, അതായത് പകൽ വെളിച്ചം, അതാണ് കേട്ടോ ഞാൻ ലൈറ്റിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അതും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടി എനിക്ക്. 줄고 앞에서 got a crush on you. 지금 그대 옆에서 어떤 인사해야 좋을지, 어떻게 말해야 하는지. 혹시 그녀도 같은 마음인지. നമ്മുടെ ഈ കവായി ജേണലിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കറൻ്റ്ലി ലവിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കറൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ജേണലാണ്. എനിക്കിപ്പോൾ കറൻ്റ്ലി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ജേണൽ ചെയ്യലും അതേപോലെ ക്രാഫ്റ്റ് ചെയ്യലും ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ലവിങ് ആയിട്ടുള്ളത്. അങ്ങനെ ഈ ജേണലിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഫ്ലിപ്പ് ത്രൂ കാണല്ലേ. 이대로 스쳐진다면 후회할 것만 같아요. 강남역 4번 출구 앞에서 두 눈이 마주친 이상형의 남자. 너무나 멋있어, 너무나 멋있어, 정말 좋아요. I got a crush on you. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇഷ്ടപ്പെട്ട എന്താ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.